Hi, welcome back to Max and Max. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കണ്ടിന്യൂസ് സീരീസിൽ മോഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം രണ്ട് ടേബിൾസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പിംഗ് ടേബിൾ ആൻഡ് അനാലിസിസ് ടേബിൾ. അതിന് വരച്ചതിന് ശേഷമേ നമുക്ക് മോഡിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് മോഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പിംഗ് ടേബിൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ സൈസാണ് എഴുതുക. സൈസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് അത് എഴുതുന്നു. ദെൻ 1 എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന കോളത്തിൽ നമ്മൾ കറസ്പോണ്ടിങ് ഈ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എഴുതുന്നു. ദെൻ സെക്കൻഡ് കോളം, അതായത് 2 എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള സെക്കൻഡ് കോളം, അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്രീക്വൻസി ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യും. അത് രണ്ടെണ്ണം ആഡ് ചെയ്യും. 8 + 4 12. ഈ 12 ഇതിന് രണ്ടും നടുക്കായിട്ട് വരുന്നത് പോലെ സെക്കൻഡ് കോളത്തിൽ നമ്മൾ എഴുതും. ദെൻ അടുത്ത രണ്ട് സംഖ്യകൾ എടുക്കുക, അത് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 48 കിട്ടും. ഇതിന് നടുക്ക് വരുന്നത് പോലെ സെക്കൻഡ് കോളത്തിൽ എഴുതുക. ദെൻ അടുത്ത രണ്ടെണ്ണം 20 and 10 30, ഇതിന് നടുക്ക് വരുന്ന പോലെ 30 എഴുതുക. ദെൻ 5 and 2 നടുക്ക് വരുന്ന പോലെ 7, അതിൻ്റെ സമ്മ് എഴുതുക. അങ്ങനെയാണ് സെക്കൻഡ് കോളം നമ്മൾ എഴുതുന്നത്. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസീസ്. ഇതാണ് ഫ്രീക്വൻസി. അതിലെ ഫസ്റ്റ് 1 4 നമ്മളങ്ങ് മാറ്റി വെക്കും. ബാക്കി രണ്ടെണ്ണം എടുക്കും. 8 + 18 26, ഇതിന് നടുക്ക് വരുന്നത് പോലെ 26 എഴുതും. നെക്സ്റ്റ് അടുത്ത രണ്ടെണ്ണം എടുക്കും. 30 + 20 50, ഇതിന് നടുക്ക് വരുന്നത് പോലെ 50 എഴുതും. ദെൻ അടുത്ത രണ്ടെണ്ണം 10 and 5 15, ഇതിന് നടുക്ക് വരുന്നത് പോലെ 15 എഴുതും. ദെൻ ഒരെണ്ണം മിച്ചമായിട്ട് കിടപ്പുണ്ട്, അതിനെയും നമ്മൾ ഒഴിവാക്കും. ദെൻ അടുത്തത് ഫോർത്ത് കോളമാണ്. ഫോർത്ത് കോളത്തിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രീക്വൻസീസിലെ ആദ്യത്തെ 3 എണ്ണം ആഡ് ചെയ്യും. 4 8 18, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. ആ 30 ഈ 3 എണ്ണത്തിന് നടുക്ക് കിടക്കുന്ന 8ന് നേരെ എഴുതും. ദെൻ നെക്സ്റ്റ് 3 എണ്ണം എടുക്കും. അത് ആഡ് ചെയ്യുമ്പോൾ 60 കിട്ടും. ആ 60 ഇതിന് നടുക്ക് കിടക്കുന്ന 20ക്ക് നേരെ എഴുതും. ദെൻ നമുക്ക് മിച്ചമായിട്ട് കിടക്കുന്നത് ഈ 5 ഉം 2 ആണ്. നമ്മളിവിടെ 3 എണ്ണം വീതം ആഡ് ചെയ്താണ് എഴുതിയത് അല്ലേ. പക്ഷെ ഇവിടെ 2 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഒഴിവാക്കുക ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് കോളമാണ്. ഫിഫ്ത്ത് കോളത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രീക്വൻസിയിലെ ഫസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള 4നെ ഒഴിവാക്കി ബാക്കി അടുത്ത 3 എണ്ണം എടുക്കും. 8 18 30, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 56 കിട്ടും. അത് ഈ 18 ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന സംഖ്യയായിട്ടുള്ള 18ന് നേരെ 56 എഴുതും. ദെൻ അടുത്ത 3 എണ്ണം എടുക്കുന്നു. 20 10 5, അത് ആഡ് ചെയ്യുമ്പോൾ 35 കിട്ടും. ഇതിൻ്റെ നടുക്കായിട്ടുള്ള 10ന് നേരെ നമ്മൾ 35 എഴുതും. നെക്സ്റ്റ് ഒരെണ്ണം മിച്ചമായിട്ടുണ്ട്, അതിനെ ഒന്ന് ഒഴിവാക്കും. ദെൻ സിക്സ്ത് കോളമാണ്. സിക്സ്ത് കോളത്തിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 2 ഫ്രീക്വൻസീസിനെ ഒഴിവാക്കും. അതായത് 4നെയും 8നെയും കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് 3 എണ്ണം എടുക്കും. 18 30 and 20, അത് ആഡ് ചെയ്യുമ്പോൾ 68 കിട്ടും. നടുക്കായിട്ടുള്ള 30ക്ക് നേരെ നമ്മൾ 68 എഴുതും. ദെൻ അടുത്ത 3 എണ്ണം 10 5 7 2 ആണ്. നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടും. അത് ഈ നടുക്ക് കിടക്കുന്ന 5ന് നേരെ 17 എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പിംഗ് ടേബിൾ വരയ്ക്കുന്നത്. ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാം. ഫസ്റ്റ് കോളത്തിൽ എന്ന് പറയുന്ന സൈസാണ്. ദെൻ അടുത്ത കോളത്തിൽ നമ്മുടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആണ്. നെക്സ്റ്റ് 2 ലേബിൾ ചെയ്തിരിക്കുന്ന കോളത്തിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രീക്വൻസീസ് 2 എണ്ണം വീതം ആഡ് ചെയ്ത് എഴുതുന്നു. ദെൻ നെക്സ്റ്റ് കോളത്തിൽ ആദ്യത്തെ ഫ്രീക്വൻസിയെ ഒഴിവാക്കി ബാക്കി 2 എണ്ണം വീതം ആഡ് ചെയ്ത് എഴുതുന്നു. ഫോർത്ത് കോളത്തിൽ ആദ്യത്തെ 3 എണ്ണം വീതം ആഡ് ചെയ്ത് എഴുതുന്നു. ഫിഫ്ത്ത് കോളത്തിൽ ആദ്യത്തെ ഒരു ഫ്രീക്വൻസി ഒഴിവാക്കി ദെൻ 3 എണ്ണം ആഡ് ചെയ്ത് എഴുതുന്നു. സിക്സ്ത് കോളത്തിൽ ആദ്യത്തെ 2 എണ്ണം ഫ്രീക്വൻസികൾ ഒഴിവാക്കി 3 എണ്ണം ആഡ് ചെയ്ത് എഴുതുന്നു. നെക്സ്റ്റ് നമുക്ക് അനാലിസിസ് ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്മുടെ സൈസ് തന്നെയാണ്, അതായത് ക്ലാസ് ആണ്. ദെൻ 1 എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഗ്രൂപ്പിംഗ് ടേബിളിൽ ഇങ്ങനെ ഫ്രീക്വൻസീസ് എഴുതിയിട്ടുണ്ട് അല്ലേ. അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 30 ആണ് അല്ലേ. ആ 30ക്ക് നേരെ കിടക്കുന്ന സൈസ് ഏതാണ്? 25 to 30 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 25 to 30ക്ക് നേരെ ഒരു ഇൻറ്റു മാർക്ക് ഇടുക. ദെൻ സെക്കൻഡ് കോളത്തിൽ 2 എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള കോളത്തിൽ നമ്മൾ ഇതിലും ഏറ്റവും വലുത് നോക്കുക. ഏറ്റവും വലുത് ഏതാണ്? 48 ആണ്.
ഈ 48 ഏത് രണ്ട് ഫ്രീക്വൻസീസ് ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 18 ആൻഡ് 30 ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതിന് കറസ്പോണ്ടിങ് സൈസ് ഏതൊക്കെയാണ്? 22, 25, 25 to 30. അപ്പോൾ അതിന് രണ്ടിനും നേരെ ഇവിടെ നമ്മൾ ഇൻറ്റു മാർക്ക് ഇടുന്നു. ഓക്കെ. ദെൻ തേർഡ് കോളത്തിലും ഇതുപോലെ തന്നെ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? 50 ആണ്. 50 നമുക്ക് ഏതൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 30 ആൻഡ് 20 ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതിന് കറസ്പോണ്ടിങ് സൈസ് എന്ന് പറയുന്നത് 25 to 30, 30 to 30, 35 ആണ്. അപ്പോൾ അതിന് നേരെ നമ്മൾ ഇൻറ്റു മാർക്ക് ഇടുന്നു. ദെൻ നെക്സ്റ്റ് ഫോർത്ത് കോളം നോക്കുക. ഫോർത്ത് കോളത്തിൽ വലുത് എന്ന് പറയുന്നത് 60 ആണ്. 60 നമുക്ക് 30, 20 ആൻഡ് 10 ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് സൈസ് ഏതൊക്കെയാണ്? 25 to 30, 30 to 35, 35 to 40. ഏതൊക്കെയാണ്? 25 to 30, 25 to 30, 30 to 35, 35 to 40. ദെൻ നെക്സ്റ്റ് കോളം എടുക്കുക. നെക്സ്റ്റ് കോളത്തിൽ 56 ആണ് വലുതായിട്ട് വരുന്നത്. അത് ഏതൊക്കെ ആഡ് ചെയ്തപ്പോഴാണ്? 18 ആൻഡ് 30. അതിൻ്റെ കറസ്പോണ്ടിങ് സൈസ് 15 to 20, 20 to 25, 25 to 30, 15 to 20, 25 to 30, 20 to 25, 25 to 30. ദെൻ നെക്സ്റ്റ് സിക്സ്ത് കോളമാണ്. സിക്സ്ത് കോളത്തിൽ വലുതെന്ന് പറയുന്നത് 68 ആണ്. അത് ഏതൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 18, 30 ആൻഡ് 20. ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈസ് 20, 25, 25 to 30, 30 to 35, 20 to 25, 25 to 30, 30 to 35. അങ്ങനെ സിക്സ്ത് കോളം നമുക്ക് കിട്ടി. സെവൻത് കോളമാണ്. സെവൻത് കോളത്തിൽ നമ്മൾ ചെയ്യുന്നത് എത്ര ഇൻറ്റു ഓരോ സൈസിനും വരെ എത്ര ഇൻറ്റു മാർക്കുകളുണ്ടോ അത് എണ്ണി എഴുതുകയാണ് ചെയ്യാം. അപ്പം നോക്കിയേ, 10 to 15 ഒന്നുമില്ല, അപ്പോൾ 0. ദെൻ 15 to 20 ഒരെണ്ണമുണ്ട്, 1. ദെൻ 20 to 25 എത്രയുണ്ട്? 1, 2, 3. ദെൻ 25 to 30 1, 2, 3, 4, 5, 6 എണ്ണമുണ്ട്. Then 30 to 35 3. Then 35 to 40 എത്ര ഇൻറ്റു മാർക്കുണ്ട്? 1. ബാക്കി രണ്ടിനും ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഇതിന് 0 കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അനാലിസിസ് ടേബിൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മോഡ് കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാണ്? മോഡൽ ക്ലാസ് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നമ്മൾ അനാലിസിസ് ടേബിൾ കൺസിഡർ ചെയ്യാം. അനാലിസിസ് ടേബിൾ എടുക്കുക. ദെൻ ടോട്ടൽ ഇൻറ്റു മാർക്സ് എഴുതിയ കോളമില്ലേ, അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 6 അല്ലേ? അത് ഏതിന് നേരെയാണ്? ഏത് ക്ലാസ്സാണ്? 25 to 30 നേരെയാണ് 6 വരുന്നത് അല്ലേ? ഇൻറ്റു മാർക്സ് ഏറ്റവും കൂടുതലുള്ളത് 25 to 30 എന്നുണ്ടോ ക്ലാസ്സിനാണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് എത്രയാണ്? ഏതാണ്? 25 to 30 ആണ്. ഓക്കെ, അപ്പോൾ മോഡൽ ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് മോഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ ഇക്വേഷൻ ഇതാണ്: മോഡ് ഈക്വൽ ടു L1 പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. അപ്പോൾ ഇതിലെ ഓരോ ടേംസും എന്തൊക്കെയാണെന്നുള്ളത് പറയാം. L1 എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ എത്രയാണ്? L1 ഈക്വൽ ടു 25 ആണ്. ദെൻ F1 എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? നമ്മുടെ മോഡൽ ക്ലാസ് ഏതാണ്? 25 to 30 ആണ് അല്ലേ? ആ 25 to 30യുടെ ഫ്രീക്വൻസിയാണ് F1 എന്ന് പറയുന്നത്. നമ്മുടെ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ് F1. ദെൻ F0 എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ക്ലാസ് ഏതാണ്? 25 to 30 ആണ് അല്ലേ? അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് F0 ആണ്. F0 എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിക്ക് തൊട്ട് മോഡൽ കിടക്കുന്ന ഫ്രീക്വൻസി, അതായത് 18. അപ്പോൾ F0 എന്ന് പറയുന്നത് 18 ആണ്. ദെൻ F2 എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിക്ക് തൊട്ട് താഴെ കിടക്കുന്ന ഫ്രീക്വൻസി, അത് എത്രയാണ്? 20. അപ്പോൾ F2 എന്ന് പറയുന്നത് 20 ആണ്.
ദെൻ സി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിൻ്റെ ലെങ്ത് ആണ്. എത്രയാണ്? 10 to 15 എന്ന് പറയുമ്പോൾ 5 ആണ് അല്ലേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത് 5 ആണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 5 വരും. ദെൻ നമ്മൾ ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. L1 എത്രയാണ്? 25 ആണ്. 25 പ്ലസ് F1 എന്ന് പറയുന്നത് 30 മൈനസ് F0 18 ഡിവൈഡഡ് ബൈ 2F1 എത്രയാണ്? 2F1 2 ഇൻറ്റു F1 എത്രയാണ്? 30 ആണ്. മൈനസ് F0 എന്ന് പറയുന്നത് 18 ആണ്. മൈനസ് F2 എന്ന് പറയുന്നത് 20 ആണ്. ഇൻറ്റു സി ഉണ്ട്. സി എത്രയാണ്? 5 വിച്ച് ഇസ് ഈക്വൽ ടു 25 പ്ലസ് 30 മൈനസ് 18 എന്ന് പറയുന്നത് 12 ആണ്. 12 ഇൻറ്റു 5 60 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 30 60 മൈനസ് 18 മൈനസ് 20 which is equal to 25 plus 60 divided by 22 which is equal to 27.73. ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ മോഡ് കാണുന്നത് ഇങ്ങനെയായിരിക്കും. കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും.